ഹായ് ഫ്രണ്ട്സ്, നാട്ടിലൊക്കെ എന്താ മഴയല്ലേ. നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഒരു സുഹീൻ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 കപ്പ് ചെറുപയർ 2 മണിക്കൂർ മുൻപ് വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. എനിക്ക് 3 വിസിലടിച്ചപ്പോഴേക്കും ഇത് വെന്ത് കിട്ടി. ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വേവ് വ്യത്യസ്തമായിരിക്കും. അതനുസരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം ഒഴിച്ച് വല്ലാതെ അങ്ങ് വേവിച്ചെടുക്കണ്ട. കുക്കറിലേക്ക് പയറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ച് വേണം വേവിക്കാനായിട്ട്. ഞാനിവിടെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ കയ്യിലെടുത്ത് ഉരുട്ടുമ്പോൾ ഈ ഒരു ഉരുളുന്ന ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് തേങ്ങയാണ്. ചിരകിയ തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. തേങ്ങ ഒരുപാട് കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ നമ്മുടെ സുഹീൻ്റെ ടേസ്റ്റ് വേറൊന്നായി പോവും. ഇത് ഞാനിവിടെ 2 അച്ച് ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ളതാണ്. 2 ഏലക്ക കൂടി നമുക്കിതിലേക്ക് ചതച്ചിട്ട് കൊടുക്കാം. ജീരകം ചേർക്കണമെന്നുള്ളവർക്ക് അതും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ കൂട്ടെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ മധുരം മുഴുവനും ഒഴിക്കുന്നില്ല. കാരണം എനിക്ക് മധുരം കുറച്ച് മതി. അപ്പോൾ മധുരം നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ കൂട്ടെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് അധികമായി നിൽക്കുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രം അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കരുത്. വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് ഉരുട്ടുമ്പോഴേക്കും ഡ്രൈ ആയതായി നമുക്ക് തോന്നും. അത് ഹാർഡായി പോവും. ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം 1 മിനിറ്റിന് താഴെയൊക്കെ ഒന്ന് ഇളക്കി വറ്റിച്ചിട്ടുള്ളൂ. ഒരുപാടങ്ങ് ഡ്രൈ ആക്കരുത്. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്കിതിനുള്ള ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതേപോലെ ഒരു തിക്ക് ബാറ്ററാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാറ്റർ തിക്കായിരിക്കണം, ലൂസായി പോകരുത്. ഇനി ഈ കൂട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി കുഴച്ചെടുക്കാം. ഈ കൂട്ടിൽ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടായിരിക്കണം. എങ്കിലും നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഉരുണ്ട് വരികയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ പൊട്ടിപ്പോവും. ഞാനിവിടെ ഇത് മുഴുവനായിട്ടും ഉരുട്ടിയെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ എല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സൺഫ്ലവറോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ അതാ എണ്ണ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് നമ്മുടെ ബാറ്ററിലേക്കിട്ട് ഡിപ്പ് ചെയ്ത് ഇതേപോലെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡും ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് മറ്റേ സൈഡിലേക്ക് മറിച്ചിടാം. അപ്പോൾ ഇതാ നമ്മളെല്ലാ സുഹീനും ഇവിടെ വറുത്തെടുത്തു. ഈ മഴക്കാലത്ത് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നമ്മുടെ പലരുടെയും ഒരു നൊസ്റ്റാൾജിക് വിഭവമാണ് സുഹീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ.